സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് കാണണം. കാരണം ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജയഹേക്ക് വന്നപ്പോൾ നമ്മൾ ജയിപ്പിച്ചു വിട്ടായിരുന്നു. അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് പടം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടും പടം നല്ല പടമാണ്. കാരണം ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന സ്ത്രീകളുടെ പക്ഷമല്ല നമ്മളെപ്പോഴും കേൾക്കുന്നു. ഇത് എന്തുകൊണ്ടും പുരുഷന്മാരെ കുറിച്ച് കൂടുതൽ ഇതായിട്ട് പറയുകയും അതിനെക്കുറിച്ചുള്ള അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് പടം. എന്തുകൊണ്ട് നല്ലൊരു പടമാണ്. അഭിനയ വയസ്സായാലും എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ജയഹേ പടം ആ പടം പെണ്ണുങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യം ബേസിക്കലി എന്താണോ നടക്കുന്നത്, എന്തോ സ്ത്രീ പുരുഷ ഇക്വാലിറ്റി വേണമെന്ന് പറയുമ്പോഴും എപ്പോഴും ആർക്കാണോ അനുകൂലമായിട്ട് നിൽക്കുന്ന അവർ ഓബിയസ്ലി അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഒരു സൈഡിൽ എന്തായാലും വിഷമങ്ങൾ കാര്യങ്ങൾ വരും. അപ്പം അതൊരു പുരുഷനാകുമ്പം ആരും ശ്രദ്ധിക്കാതെ വരും. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സമൂഹത്തിൽ അവഗണിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് കാണണം. കാരണം ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അഭിനയമൊക്കെ വെച്ച് നോക്കുമ്പം എല്ലാവരും കറക്റ്റായിട്ട് അത് എന്താണ് പറയുന്നത്, എന്താണ് ഇമോഷൻസ് എന്നുള്ളതെല്ലാം നമുക്ക് കൺവേ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് റിലേറ്റബിൾ ആയിട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരാളോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളോ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നല്ല സിനിമ. ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഒരു ഇതാണ് കാണിച്ചത്. അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല രസമായിരുന്നു. ഒരു ലാഗും തോന്നിയില്ല. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് അത് അടിപൊളി പടമായിരുന്നു. അതായത് സമൂഹത്തിൽ പുരുഷന്മാർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പടമാണ്. ഇതുപോലൊരു അഡ്രസ്സിങ് നമ്മളധികം കണ്ടിട്ടില്ല. നോവലിലായാലും സിനിമയിലായാലും. ജയഹേക്ക് വന്നപ്പോൾ നമ്മൾ ജയിപ്പിച്ചു വിട്ടായിരുന്നു. അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് പടം കാണിക്കുന്നുണ്ട്. അതായത് ചില സെക്ഷൻസ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന നമ്മൾ തുല്യനീതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അനാവശ്യമായിട്ട് ആവശ്യമാണ് ഇല്ലെന്നല്ല, പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജിനെ അവർ മിസ്യൂസ് ചെയ്യുകയും അത് പുരുഷന്മാരുടെ ദേഹത്ത് തീർക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പടത്തിൻ്റെ അവസാനവും കുറേ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ആസിഫ് അലി നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല മൂവിയാണ്. സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല മൂവി. നല്ല സിനിമ തന്നെയാണ്. ഇതുപോലെ സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള ഉള്ളൊരു ടോപ്പിക്കാണ്. യൂഷ്വലി അങ്ങനെ ആരും പറയാത്ത ഒരു വിഷയത്തിനെ കുറിച്ച് പറയുന്നത് നല്ല